എനിക്കിന്ന് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റായിരുന്നു. എല്ലാവരും എല്ലാവരുടെ വിജയകഥ പറയുമ്പോൾ ഞാൻ എൻ്റെ തോൽവി കഥയാണ് പറയുന്നത് ഗൈസ്. ഞാനിന്ന് 8 നിലയിൽ 8 മെച്ചും പൊട്ടി ഗൈസ്. അപ്പം ഞാൻ ആദ്യം രാവിലെ 6:30 എഴുന്നേറ്റ് എല്ലാ ഡോക്യുമെൻറ്റ്സൊക്കെ റെഡിയാക്കി നേരെ ഞാൻ ഗ്രൗണ്ടിലോട്ട് വിട്ട് പ്രാക്ടീസിന്. അപ്പോൾ ടെൻഷനായപ്പോൾ വേഗം ചെന്ന് ചായയും ഒരു ബജ്ജിയും ഒരു മിഠായും കൂടി കഴിച്ചു. എനിക്ക് ഈ സ്പോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഇരുന്നപ്പോൾ നല്ല റിലാക്സ് ആയിരുന്നു, മൈൻഡൊക്കെ ഒന്ന് കാമായി. പിന്നെ പ്രാക്ടീസ് സെക്ഷൻ കഴിഞ്ഞു. ആ ഗ്രൗണ്ടിലായിരുന്നു പ്രാക്ടീസ് സെക്ഷൻ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ RTO അവിടെ ചെന്ന്, അവിടെ വീഡിയോ അലൗഡ് അല്ല. പിന്നെ ഫസ്റ്റ് തന്നെ 2നും പൊട്ടിയതുകൊണ്ട് വേഗം നമ്മൾ ആ ഒരു സങ്കടം തീർക്കാൻ ഒരു ഷാർജ ഷേക്ക് കഴിക്കാൻ കയറിയപ്പോഴാണ് ഹസ്ബൻഡ്, നീ പൊട്ടിയ കാര്യം ഇതാണ്, നീ ഇങ്ങനെ എടുത്തത് കൊണ്ടാണ് പൊട്ടിയതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്നും കൂടെ മാനസികമായിട്ട് തളർത്തുകയായിരുന്നു ഗൈസ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആൾ പറഞ്ഞു അടിച്ചാൽ മതി, റീടെസ്റ്റ് എടുത്തിയാൽ മതി, ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് പറഞ്ഞു. അപ്പം മോൻ്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് ഈവനിങ് ആയപ്പോൾ പള്ളിയിൽ പോയി. പള്ളിയിലാണെങ്കിൽ 1 മണിക്കൂർ മുമ്പേ ഞങ്ങൾ അവിടെ ചെന്ന് നിന്നു. 6 മണിക്കത്തെ കുർബാന 5 മണിക്ക് തന്നെ ഞങ്ങളവിടെ. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ വീട്ടിലെത്തി. കേക്ക് കട്ട് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഞാനാകെ ടെൻഷനിലായിരുന്നു, എന്തുകൊണ്ട് ഞാൻ തോറ്റെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിനി എഴുതാമല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ 650 രൂപയാണ് കേട്ടോ റീക്കായത്. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാമായിരുന്നു. ഫുഡായിട്ട് ഇന്നിവിടെ സ്പെഷ്യൽ അങ്ങനെ ബിരിയാണിയൊന്നും വെക്കാറില്ല ഞങ്ങളിവിടെ ചോറ് തന്നെയായിരിക്കും എപ്പോഴും സ്പെഷ്യൽ. അപ്പോൾ ചോറ്, ചിക്കൻ കറി, ബീഫ് കറി, മീൻ, ക്യാബേജ്, അച്ചാറും കൂട്ടി ഒരു പിടി പിടിച്ച് ലാസ്റ്റ് ഒരു പീസ് കേക്കും കൂടി കഴിച്ചിട്ട് കിടന്നുറങ്ങി.